അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുകയില്ല. എന്നാൽ ലൈസൻസോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടി ഇടിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ കാര്യം ഏറ്റെടുക്കും. ഇതാണ് വ്യത്യാസം. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ആശീർവാദം വിശുദ്ധിയോടെ സ്വീകരിച്ചിട്ട് വേണം കുടുംബജീവിതത്തെ പ്രവേശിക്കുക. ഇന്ന് പല കുടുംബജീവിതങ്ങളും തകരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പലരും ചോദിക്കും, അയ്യോ അത് 4 മെത്രാച്ചന്മാരുണ്ടായിരുന്നു ആശീർവാദം നടത്താനായിട്ട്, എന്നിട്ടും ഇത് പൊളിഞ്ഞല്ലോ. 5 അച്ഛന്മാരുണ്ടായിരുന്നു, അത് നല്ല ധ്യാനമൊക്കെ നടത്തുന്ന അച്ഛൻ തന്നെ. ഞാൻ തന്നെ പ്രിയമുള്ളവർ കല്യാണം നടത്തിയ പലതും പൊളിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് എന്നെ പലരും കല്യാണത്തിന് വിളിക്കുന്നത്. എന്താണ്, ധ്യാനഗുരുവൊക്കെ ആയതുകൊണ്ട് നല്ലൊരു പ്രസംഗമൊക്കെ നടത്തി കല്യാണം നടത്തിക്കോളൂ. 8 നില പൊട്ടിയ പല സംഭവങ്ങളുമുണ്ട്. കാര്യം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഒരു വിവാഹ കൂദാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ ആ കൂദാശ വഴി ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് അങ്ങോട്ട് വന്ന് പതിക്കും. ദൈവത്തിൻ്റെ കൃപ. ആ കൃപയുടെ അനന്തര ഫലമാണ് സമാധാനവും സന്തോഷവും എന്നൊക്കെ പറയുന്നത് കുടുംബജീവിതത്തിൽ. ഇത് വന്നങ്ങോട്ട് കയറണമെങ്കിൽ എന്ത് വേണം പ്രിയമുള്ളവരെ? ആ കുടുംബജീവിതം സ്ഥാപിക്കുമ്പോൾ പുരുഷനും സ്ത്രീയും വിശുദ്ധരായിരിക്കണം. എങ്ങനെയാണ് വിശുദ്ധരാകുന്നത്? പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഒരുങ്ങി വേണം കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ. അങ്ങനെ പ്രവേശിക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മെകളിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ കുടുംബജീവിതത്തിൽ കിട്ടും, പക്ഷേ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതാ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നു, സമയം തീരെയില്ലായിരുന്നു, അതുകൊണ്ട് കുമ്പസാരിക്കാൻ പറ്റിയില്ല. പെണ്ണ് UK നിന്ന് വന്നു, കുമ്പസാരിക്കാൻ നേരം കിട്ടിയില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അച്ഛാ? കുമ്പസാരിക്കാൻ നേരമില്ല, കുർബാന അനുഭവിക്കാൻ നേരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അച്ഛാ? അഡ്ജസ്റ്റ് ചെയ്തതാണ് ചില ഉപഗ്രഹം അങ്ങോട്ട് മുകളിലോട്ട് വിടുന്ന കാണാം. അതിനേക്കാളും വേഗത്തിൽ തിരിച്ച് താഴോട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അതിനേക്കാളും സ്പീഡിലാണ് ചില പെണ്ണുങ്ങളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടാൽ എന്താണ്, അങ്ങോട്ട് ട്രെയിനിലാണ് പോയതെങ്കിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റിലാണ് പോരുന്നത്. അത്ര സ്പീഡാണ്. കാരണം ഇതാ ആ അഭിഷേകമില്ല. ആ അഭിഷേകം ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു പെണ്ണ്, ഒരു ചെറുക്കൻ എത്ര വിശുദ്ധനായി എത്ര നല്ലവനായിക്കൊള്ളട്ടെ, പ്രിയമുള്ളവരെ, ദൈവകൃപയില്ലെങ്കിൽ ഈ കുടുംബജീവിത സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകാനാവില്ല. ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ദൈവം സ്ഥാപിച്ചതാണ് കുടുംബജീവിതം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകത്താലും ശക്തിയാലും മാത്രമേ ആ കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ യാതൊരു വനിതയില്ല, കന്യകയില്ല, പിന്നെ മാമാങ്കയില്ല, മംഗളമില്ല, ഇതുപോലത്തെ ഒരു വാരികയില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അച്ചായനും അമ്മയും കൂടെ പ്രിയമുള്ളവരെ പ്രസവിച്ച് ജന്മം കൊടുത്ത പിള്ളേരെല്ലാം ഇതാ 4 കാലയിൽ എടുത്തിട്ട് ചാടുക. ഒരു കുഴപ്പമില്ല അവർക്ക്. നമ്മൾ ഈ പറയുന്ന സാധനം എല്ലാം വായിച്ചിട്ട് ഇതാ മക്കൾക്ക് ജന്മം നൽകിയിട്ട് അവൻ ഒരു വഴിയെ, പിന്നെ അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ, അവൻ എന്തെല്ലാം പ്രതിസന്ധി, കുടുംബജീവിതം എന്തെല്ലാം സൈക്കോളജി പഠിപ്പിച്ചിട്ടും നമുക്കറിയാം, വിവാഹമൊരുക്ക സെമിനാറിൽ സൈക്കോളജി മൊത്തം പഠിപ്പിച്ചാൽ അങ്ങോട്ട് വിടുന്നു. ഈ അടുത്ത കാലത്ത് ഒരുത്തനെ വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം ഭാര്യയും ഭർത്താവായിട്ട് കൂട്ടയടി. അവസാനം ഭർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് തളയ്ക്കും, അല്ലാതെ പറ്റുകയില്ല. അതിനെ തളയ്ക്കാൻ കണ്ട സ്ഥലമാണ് തൂത്തുകൂട്ടി, നിന്നെ തൂത്തുകൂട്ടി കൊണ്ട് തളയ്ക്കുമെന്ന്. ഉടനെ അവൾ പറഞ്ഞു, ഞാനെങ്ങും പോവുകയല്ലെന്ന് പറഞ്ഞു, ഒരു തൂത്തുകൂട്ടിയിൽ ഞാൻ പോവുകയല്ലെന്ന്. പിന്നെ എന്തോ ദൈവത്തിൻ്റെ കൃപയാൽ ഏതോ അച്ഛന്മാർ വിളിച്ചു പറഞ്ഞു, എടി നീ അവിടെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് ഇവിടെ വന്നു. പ്രിയമുള്ളവരെ, പെണ്ണ് ഇവിടെ വന്ന ആദ്യത്തെ ദിവസം ഭയങ്കര എന്താണ്, ഈ ചില എന്നാ പറയുന്നത്, ചില കുരകിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ചില പട്ടിക്കുഞ്ഞുങ്ങളെ പിടിച്ച് കെട്ടിക്കിട്ട് കഴിയുമ്പോൾ കടിച്ച് പറിച്ച് എന്ന് പറഞ്ഞ പോലെ അവളെ പ്രശ്നമായിരുന്നു ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞ് തിരുവചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. ഇവളാൾ മാറി, ആകെ മൊത്തം അങ്ങ് മാറി. എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ അതിന് മുമ്പേ ചെറുക്കൻ എന്നോട് വന്നു, എൻ്റെ അച്ഛ ഒരുത്തിയെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, ഏത് നിമിഷവും എന്ത് ചെയ്യാം, ആക്രമണം അഴിച്ചു വിടാം, അതുകൊണ്ട് തിരുമേനി ഒന്ന് കരുതി ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങളെയൊക്കെ ആക്രമിക്കും, അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ തിരുമേനിക്ക് ആക്രമണം വന്നു കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് വരാൻ പറ്റുമെന്ന് അറിയാമല്ലോ, ഒന്ന് സൂക്ഷിച്ചു എന്നോണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച് അവൾ പറഞ്ഞു, സത്യത്തിൽ ഇവിടെ വന്നിരുന്ന് കേട്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്, അതെല്ലാം ഞാൻ തിരുത്താൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചിരുത്തി സംസാരിച്ചു. ഉടനെ അവൻ എന്നോട് പറയും, ഞാൻ പഠിക്കുന്ന കാലത്ത് കണ്ടമാനം സൈക്കോളജി പഠിച്ചതാണ്, ഞാനത് പലർക്കും ഉപദേശിച്ചും കൊടുത്തിട്ടുണ്ട്,
പക്ഷെ എൻ്റെ കുടുംബജീവിതത്തിൽ മാത്രം അത് പ്രയോജനപ്പെട്ടില്ല. പെടുകയില്ല. നിൻ്റെ കുടുംബജീവിതത്തിൽ നിനക്ക് നീ പഠിച്ചതും വളർന്നതൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഈ കൂദാശ നീ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടെ സ്വീകരിക്കണം. അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് പെണ്ണോ ചെറുക്കനോ ഒക്കെ രണ്ടുപേരും വിശുദ്ധിയിലായിരിക്കും. ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ചില പാവപ്പെട്ട പെൺപിള്ളേർ ഒത്തിരി സഹിക്കുന്നുണ്ട്. കാരണം എന്താ? നല്ല മാലാഖ കുഞ്ഞുങ്ങളെ പോലെയുള്ള പിള്ളേർ പോയിട്ട് ചില കടാമുട്ടന്മാരുടെ കയ്യിൽ ചെന്ന് പെടും. അവനെന്താണ്? പൊക്കത്തിൽ ചാടി മതിൽ ചാടി വന്നവൻ 5-8 സ്ഥലത്തൂടെ. അതുകൊണ്ട് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് ചാടും. കാരണം എന്താ? ഇവനൊരു കൃപയില്ല, ഇവനൊരു അഭിഷേകവുമില്ല, ഇവന് ശക്തിയില്ല, ഇവന് ദൈവവിശ്വാസവും ഇല്ല. ഇതിലേക്ക് പെട്ടിട്ട് ഈയാമ്പാറ്റകളുടെ ജീവിതം പോലെ പല കുഞ്ഞുങ്ങളുടെയും ജീവിതം തകരുന്നുണ്ട്. അതുകൊണ്ട് ബാല്യകാലം മുതലേ ഇപ്പം കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോണം. എന്താണ്? കർത്താവേ, എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണം. ഇന്ന് മുതൽ പെൺപിള്ളേർ പ്രാർത്ഥിച്ചോണം. എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ പരിശുദ്ധാത്മാവോടും കൃപാവരം കൊണ്ടും നിറയ്ക്കണമേ. അതുപോലെ ഓരോ ആൺപിള്ളേരും പ്രാർത്ഥിച്ചോണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന പെൺകുട്ടിയെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും കുടുംബജീവിതം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. കുടുംബജീവിതം തകർന്നവൻ്റെ ഗതി പരഗതി തന്നെയാണ്. അവൻ്റെ ദുഃഖം എന്ത് ദുഃഖമായിരിക്കും, അവളുടെ ദുഃഖം എന്ത് ദുഃഖമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഇതിനെല്ലാം കാരണം ഈ വിശുദ്ധിയോടുകൂടി അല്ല ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതൊരു കാരണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കല്യാണം കഴിക്കുമ്പോൾ മുതൽ വിശുദ്ധനായിക്കൊള്ളാമെന്ന് വിചാരിക്കരുത്. ബാല്യകാലത്തിലെ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു യുവാവും ഒരു യുവതിയും ഒന്ന് ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന മക്കളുടെ പേരാണ് വിശുദ്ധർ. എലിസബത്തും സ്കറിയ പുരോഹിതനും എങ്ങനെ ജീവിച്ചത്? വിശുദ്ധിയോടെ ജീവിച്ചു. മക്കളില്ലായിരുന്നു, പ്രായമായിട്ട് മക്കളെ കൊടുത്തു. പിറന്നു വീണ കുഞ്ഞ് 3-ാമത്തെ മാസം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. അകത്ത് കിടന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് 4 ചാട്ടം ചാടി അവൻ. 3 മാസം പ്രായമുള്ളപ്പം. നമ്മളിവിടെ പരിശുദ്ധാത്മാവ് വരണമെന്ന് ഞാൻ ഓർക്കുന്നത്. രാവിലെ ഇപ്പോൾ കുറച്ച് മുമ്പേ പരിശുദ്ധാത്മാവ് വരണമേ എന്നുള്ള പാട്ട് പാടിയിട്ട് കരകല്ലിന് കാറ്റ് പിടിക്കുന്ന പോലെ ഒരു നിപ്പ് നിൽക്കുന്നല്ലാതെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. കാരണം എന്താണെന്നറിയോ? നമ്മളിലേക്ക് ഈ അഭിഷേകം അങ്ങോട്ട് വരുന്നില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? പ്രിയമുള്ളവരെ, ഒരു കാരണം നമ്മൾ വന്ന സ്ഥലങ്ങളുടെയൊക്കെ പ്രശ്നമാണ്. ഇത് ചെറുപ്പകാലം മുതലേ നമ്മൾ അനുഭവിക്കേണ്ടത്. അപ്പോൾ എലിസബത്തും സ്കറിയ പുരോഹിതനും അഭിഷേകം കൊണ്ട് നിറഞ്ഞവരായതുകൊണ്ട്, കൃപയുള്ളവരായതുകൊണ്ട്, വിശുദ്ധിയുള്ളവരായതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തൻ്റെ കുഞ്ഞ് യോഹന്നാൻ സ്നാപകൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? സമൂഹത്തിലെ പാപത്തിനും അധാർമികതയ്ക്കും എതിരായി ശബ്ദമുയർത്താൻ കഴിവുള്ളവനെ, ധാർമ്മിക ശക്തി ആർജവമുള്ളവനായിട്ട് അവൻ ജനിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന വഴി അങ്ങ് പോവുക. നീ ഇങ്ങോട്ട് പോരടി എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോവുക. നീ അങ്ങനെ ചെയ്തോടാന്ന് പറഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് ചെയ്യുക. ഒരുത്തനെ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ കഞ്ചാവ് വലിക്കുന്നതിന് പിടിച്ചു. അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഇതാണ്, അത് കൂട്ടുകാരെല്ലാം ഈയിടെ ഇത് വലിച്ചോളാൻ പറഞ്ഞു, ഞാനങ്ങ് വലിച്ചു, കഞ്ചാവാന്ന് ഓർത്തില്ലെന്ന്. കുഞ്ഞുങ്ങളിതുപോലെ വഴിതെറ്റി പോവുക. നമ്മുടെ കൊച്ച് ഏത് നാട്ടിൽ ചെന്നാലും ഒരു തിന്മ കാണുമ്പോൾ തിന്മയാണ്, എനിക്കിത് അഹിതമാണെന്ന് പറയാൻ തോന്നണം. തോബിത്തിൻ്റെ പുസ്തകം 1:10 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം വചനം. തോബിത്തിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. എത്ര മനോഹരമായൊരു വാക്കാണ്. തടവുകാരനായി നിനവേയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. കണ്ടോ, ഓൻ പറയുകയാണ്, ഇതാ വിജാതീയരുടെ ഭക്ഷണം എല്ലാവരും കഴിച്ചു, ഞാൻ മാത്രം കഴിച്ചില്ല. കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിജാതീയ ഭക്ഷണം കഴിച്ചില്ല. ഇതുപോലെ പ്രിയമുള്ളവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് കഴിയുമ്പം അപ്പനെക്കുറിച്ചുള്ള ഓർമ്മ, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, അപ്പം പഠിപ്പിച്ചത്, അമ്മ പഠിപ്പിച്ചതൊക്കെ അവൻ്റെ തലയ്ക്കകത്ത് കയറണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ തലയ്ക്കകത്തുണ്ടാവണം. ഇല്ലെങ്കിൽ ഓർക്കുകയില്ല. നിങ്ങളുടെ സ്നേഹം വരവൊക്കെപ്പെടണമെങ്കിൽ ആത്മാവുണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ മനോവായിക്ക്
കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? മനോവായിക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ദൈവദൂതൻ പറഞ്ഞു, നീ സൂക്ഷിക്കണം, അശുദ്ധമായതൊന്നും നീ കഴിക്കരുത്, അശുദ്ധമായതൊന്നും നീ കുടിക്കുകയും ചെയ്യരുത്, നിൻ്റെ മകൻ്റെ തലയിൽ ക്ഷൗരക്കത്തി നീ തുടരുത് എന്ന് പറഞ്ഞാൽ വ്രതമുള്ളവനായിരിക്കണം. അന്ന് കൊള്ളാവുന്നൊരു വ്രതം എന്ന് പറയുന്നത് എന്താണ്? നാസിർ വ്രതം. അതുകൊണ്ട് മുടി വെട്ടരുത്. കണ്ടോ, ആ സമൂഹത്തിൻ്റെ ദൈവിക നിയമങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് അർത്ഥം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കന്മാർ ദൈവ കൽപ്പനകൾക്കനുസരിച്ചും വിശുദ്ധിയിലുമാണ് തങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ മക്കളുണ്ടാകുമ്പോൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ടാകും. ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. പണ്ടത്തേതിനേക്കാൾ പണ്ട് 3 ഇരട്ടിയാണ് വളർച്ചയെങ്കിൽ അതിനുശേഷം എത്രയായി? 30 ഇരട്ടിയായി. ഇന്ന് ഈ ലോകം വളരുന്ന എത്ര ഇരട്ടിയാണെന്നറിയോ? 300 ഇരട്ടി വളരുകയാണ്. ടെക്നോളജി ആയാലും മറ്റു മേഖല 300 ഇരട്ടി വളർച്ചയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയെല്ലാം. പണ്ട് കാലത്ത് നമ്മളൊരു റേഡിയോ വെച്ച് വയലും വീടും കേട്ടുകൊണ്ടിരുന്നത്. ഇന്നെന്താ സംഭവിക്കുന്നത്? കൊച്ചു മുറിക്കകത്തോട്ട് കയറിയാൽ എന്നതാ കാണുന്നെന്ന് ദൈവം തമ്പുരാൻ പോലും അറിയാൻ മേല. അതുപോലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ധ്യാനമൊക്കെ കൂടിച്ച് പ്രാർത്ഥനയൊക്കെ കേൾപ്പിച്ച്, ഞാൻ ഓർക്കായിരുന്നു, ഈ അടുത്ത കാലത്ത് ഇതുപോലെ ക്ലാസ് എടുത്ത കുട്ടികൾ, യുവതീവാക്കന്മാർക്ക് വേണ്ടി ക്ലാസ് എടുത്ത് ഞാൻ പോയി. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് എന്നോട് വന്നിച്ച് പറഞ്ഞു, തിരുമേനിയുടെ പ്രസംഗം കേൾക്കുന്നത് വരെ ഉണ്ടായിരുന്ന മനോഭാവമല്ല എൻ്റെ ശരീരത്തോട് എനിക്കിപ്പോൾ ഉള്ളത്. എൻ്റെ ഈ ശരീരത്തെക്കുറിച്ച് എനിക്കിപ്പം ഭയങ്കര അഭിമാനമാണ്, എനിക്ക് ഭയങ്കര ആദരവ് തോന്നുകയാണ് എൻ്റെ ശരീരത്തെക്കുറിച്ച്. കാരണം ദൈവത്തിൻ്റെ ജീവൻ ഏറ്റുവാങ്ങേണ്ട ഒരു ഉദരം, അവൾ പറയുക, ഏറ്റുവാങ്ങേണ്ട ഒരു ഉദരം, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു എൻ്റെ ശരീരത്തെക്കുറിച്ച്. അങ്ങനെ അഭിമാനിക്കാൻ പറ്റണം. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ ദൈവം തോന്നിയിരിക്കുന്നത്, എനിക്ക് 16-17 വയസ്സായി, എനിക്ക് ചില ആഗ്രഹങ്ങളും ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ ആൺപിള്ളേരെ കാണുമ്പം, ഞാൻ പറഞ്ഞു, ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, 10-13 വയസ്സാകുമ്പം ആൺപിള്ളേരെ കാണുമ്പം പെൺപിള്ളേർക്ക് ചിലപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിയെന്നിരിക്കും, മനസ്സിന് ഏതാണ്ടൊക്കെ പോലെ. തിരിച്ചും അങ്ങനെയൊക്കെ തോന്നും. ആ പ്രായത്തിലല്ല, അത് കഴിഞ്ഞും തോന്നും. അപ്പോൾ തോന്നുമ്പോൾ ഓർത്തോണം, എന്താണ്? ദൈവം തന്നൊരു ദാനം. അതിൻ്റെ പിന്നിലെ ആധ്യാത്മിക രഹസ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അവരെ പിള്ളേർ പറയുകയാണ്, എനിക്കിപ്പം ലൈംഗികതയെക്കുറിച്ചും വലിയ ബഹുമാനം. സൂക്ഷിച്ചു വെക്കേണ്ട, ആശീർവാദം സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി കൈമാറേണ്ട ഒരു സ്നേഹമായി ലൈംഗികതയെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ പിള്ളേരെ നമ്മളിനി പൂട്ടും താക്കൂലൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ആ ബോധ്യം ഉള്ളിൽ തറച്ചവനെ എവിടെ വേണേലും വിടാം, എവിടേക്ക് വേണേലും അയക്കാം കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയമുള്ളവരെ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ, പ്രിയമുള്ളവരെ, ആദ്യത്തെ കരച്ചിൽ കരഞ്ഞു കഴിയുമ്പോൾ കൊച്ചിനെ ഏറ്റുവാങ്ങിയിട്ട് പിന്നെ കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ? മുല കുടിക്കാൻ വേണ്ടിയിട്ട്, മുല കുടിക്കാൻ. ഓർത്തെ, ഒരമ്മയുടെ മാറിൽ ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ, ഏറ്റവും സമ്പൂർണമായ ആരോഗ്യം പ്രദാനം ചെയ്യാൻ കഴിവുള്ള മുലപ്പാൽ ആ അമ്മയുടെ മാറിടത്തിൽ ക്രമീകരിച്ച് വെച്ചതാരാ? കല്യാണം കഴിപ്പിച്ചപ്പോൾ അപ്പൻ ഒരു മൺകലത്തിനകത്ത് കെട്ടി, എടി കൊച്ചുണ്ടാകുമ്പോൾ ഇത് കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാണോ ഇത്? അല്ല, ദൈവം. ഒരമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ അവളുടെ സ്ഥലങ്ങളിൽ ഒരു കുഞ്ഞിനാവശ്യമായ പാല് കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തെ, ഇവിടെ മുലപ്പാൽ കുടിക്കാത്ത ആരാ ഉള്ളത്? ഇനി ആരെങ്കിലും ഈ മുലപ്പാൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അതിൻ്റേതായ കുഴപ്പം കാണിക്കാറുമുണ്ട്. നമ്മുടെ ചില പിള്ളേർ മുലപ്പാൽ കുടിക്കാത്ത ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അമ്മയുടെ മുലപ്പാൽ കിട്ടാത്തവർക്ക് അതിൻ്റേതായ ആരോഗ്യക്കുറവ് കാണാറുണ്ട്. അതുകൊണ്ടല്ലേ പണ്ട് കാലത്തൊക്കെ വെല്ലുവിളിക്കുമ്പം പറയുന്നത്, അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഇറങ്ങി വാടാ. കാരണം രോഗപ്രതിരോധ ശേഷി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഓർത്തോണ്, നമുക്ക് നമ്മുടെ അമ്മയുടെ മാറിടത്തിൽ ദൈവം നമുക്ക് ആഹാരം കരുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കാദ്യം ഭക്ഷണം തന്നൊരു സ്ഥലമാണ് ഏത്? അമ്മയുടെ മാറിടം, ഒരു സ്ത്രീയുടെ മാറിടം. അങ്ങനെയാണെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആർക്കൊക്കെയോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ മാറിടത്തോടും നമുക്കൊക്കെ കുറച്ച് ആദരവ് വേണം, കുറച്ച് ആദരവ് വേണം. ഈ ആദരവില്ലാതെ, കണ്ണു മുറിക്കാതെ സ്ത്രീകളുടെ മാറിടത്തിലോട്ട് നോക്കി നടക്കുന്ന രീതി
പ്രിയമുള്ളവരെ, എന്തിൻ്റെയോ കുറവാണ്, ദൈവത്തിൻ്റെ കുറവായത്. ദൈവസ്നേഹത്തിൻ്റെ ആ കുറവാണ്, ആ ശൂന്യതയാണ് ഈ കാണിക്കുന്നത്. ആധ്യാത്മിക ശൂന്യതയാണ് ലൈംഗിക അരാജകത്വങ്ങൾക്ക് കാരണം. ഈ ഭൂമിയിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വങ്ങൾക്ക് മുഴുവൻ കാരണം ഇതാ ആധ്യാത്മിക ശൂന്യതയാണ്. ചിലരെക്കുറിച്ച് പറയും, ഇവനിങ്ങനെ മതിലും ചാടി നടക്കുകയല്ലേ, അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ മേലെ. പെണ്ണുകെട്ട് ഇതിൻ്റെ പരിഹാരമല്ല. കുടുംബജീവിതവും കല്യാണം കഴിക്കുന്നതും ലൈംഗിക സംതൃപ്തിയുടെ, പ്രിയമുള്ളവരെ, ലൈംഗികമായ വൈകല്യങ്ങളുടെ പരിഹാരമായി ലോകത്തിൽ ആരും കാണരുത്. ബ്രഹ്മചര്യം പാലിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സന്യാസിയാകാനും കുടുംബജീവിതം നയിക്കാനും സാധിക്കൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, പറയാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരൻ, ഇദ്ദേഹം കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് തൻ്റെ ലൈംഗികത ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ദൈവം അനുവദിച്ച തൻ്റെ ഭാര്യ മാത്രമാണ്, അല്ലേ? അതെ. ബാക്കിയുള്ള ഭൂമിയിലെ എല്ലാ സ്ത്രീകളുടെ മുമ്പിലും ഈ മനുഷ്യൻ എന്ത് പാലിക്കണം? ബ്രഹ്മചര്യം പാലിക്കണം. ഈ ഇരിക്കുന്ന സ്ത്രീ ഇതാ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീക്ക് തൻ്റെ ലൈംഗികത ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് മാത്രമാണ്. ബാക്കിയുള്ള ഈ ഭൂമിയിലെ മുഴുവൻ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സ്ത്രീ എന്ത് പാലിക്കണം? ബ്രഹ്മചര്യം പാലിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലൈംഗിക മേഖലകൾ വഴിവിട്ടവർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഇടമായി കുടുംബജീവിതങ്ങളെ നിങ്ങൾ കാണരുത്. നമ്മൾ ഓർക്കുന്നത് സന്യാസം എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പ്രാർത്ഥനയും ഇച്ചിരി വായനയും ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. ഒരിക്കൽ സെമിനാരിയിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന സമയം, അപ്പോൾ അതിനകത്ത് ഒരു കോളം എഴുതിയിരിക്കുന്നത് സെക്സ് എന്നാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ എഴുതി വച്ചിരിക്കുക, എനിക്ക് തീരെ താല്പര്യമില്ല. അവനോർത്ത് ലൈംഗികതയോട് മെയിലാണോ ഫീമെയിലാണോ എന്നാണ് എഴുതേണ്ടത്. അവനോർത്ത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് അച്ഛനാക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവനിതിനെ കണ്ടത്. പ്രിയമുള്ളവരതല്ല. അപ്പോൾ പ്രിയമുള്ളവർ ഓർത്തോണം, ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതാ ദൈവിക കൃപ കൊണ്ട് വിശുദ്ധിയിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതങ്ങൾ മലിനമാകും. ആ ദൈവകൃപ എവിടെ നിന്ന് പോകും? ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ ഭൂമിയെ ഇതാ കൈമാറി കൊടുക്കേണ്ട അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ ഓർത്തു. നിങ്ങൾ ദൈവിക ജീവനും ദൈവിക വിശുദ്ധിയും ഇല്ലാതെ ജീവിച്ചാൽ ഈ കാലഘട്ടം, ഈ ലോകത്തെ കൈമാറിക്കൊടുക്കേണ്ട ഒരു തലമുറയുണ്ട്, അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഈ ഭൂമിയെ ഏൽപ്പിച്ചാലത്തെ സ്ഥിതി എന്താ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പിള്ളേരെ മാത്രം നോക്കിയാൽ മതി. ആ പിള്ളേരുടെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് ഇവൻ്റെ കയ്യിൽ ഭൂമിയെ കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഇത് തീർത്ത് കളയും, ഇത് തകർത്ത് കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടുത്ത തലമുറയെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ തലമുറയുടേതാണ്. അതുകൊണ്ട് അവൻ ആധ്യാത്മിക ശൂന്യതകളുണ്ട്. ആ ശൂന്യത എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ ഇവന് ജീവൻ കൊടുത്ത, ഇവന് ദൈവിക ദാനങ്ങൾ കൊടുത്ത, ഇവന് കഴിവ് കൊടുത്ത, ഇവന് കൃപകൾ കൊടുത്ത, ആരോഗ്യം കൊടുത്ത, സൗന്ദര്യം കൊടുത്ത, ലൈംഗികത കൊടുത്ത, ഗർഭപാത്രം കൊടുത്ത സ്വന്തം ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഈ സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊച്ചുപ്രായത്തിലെ തന്നെ ദൈവവചനം കേൾക്കാനും പഠിക്കാനും പരിശീലിപ്പിക്കാനും, വെറുതെ കേട്ടാൽ പോരാ, ആഴത്തിൽ പഠിച്ച് പരിശീലിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പലതും കാണേണ്ടി വരും, നമ്മൾ പലതും കേൾക്കേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ത് മോശമാണെന്നറിയോ ജീവിതം. ഇതുപോലെ അധാർമികമായ രീതിയിൽ ലൈംഗികത ദുരുപയോഗം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതിനെ കൊന്നും കൊലപാതകവും ചെയ്ത് ആ കുടുംബജീവിതം എന്ന ബേസ് തന്നെ തകർന്നു. കുടുംബജീവിതത്തിന് അടിത്തറ തന്നെ തകർന്നു. എന്നിട്ടിപ്പോൾ കുഞ്ഞുങ്ങളോ മാനസികം, പിന്നെ കഞ്ചാവ്,
പിന്നെ അങ്ങനത്തെ എന്തെല്ലാം തിന്മകൾ ചെയ്യാവോ ആ തിന്മകളിൽ മുഴുകി നടക്കുക. നമ്മുടെയൊക്കെ പിള്ളേർ ഇവിടെ നിന്ന് കയറി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിവരമുള്ളതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവരില്ല, നേഴ്സായിട്ട് ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവരില്ല, ഡോക്ടറായിട്ട് ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവരെണ്ണം കുറവ്. നമ്മുടെ ഇന്ത്യയിലെ പിള്ളേർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് മിടുക്കരായിട്ട് മാറുക. നല്ല ഡോക്ടർ, നല്ല എൻജിനീയർ, നല്ല നേഴ്സുമാർ, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ മാറുന്നതുകൊണ്ടാണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ ഈ പരുവത്തിനായാൽ പണി പോലും കിട്ടുകയില്ല, പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ നമ്മൾ. ഇപ്പം നമ്മുടെയൊക്കെ നേഴ്സുമാർക്ക് നല്ല ഡെഡിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ പിള്ളേർ വളർന്നു വന്നു കഴിയുമ്പോൾ എന്താണ്, ഒരെണ്ണത്തിന് ഡെഡിക്കേഷൻ കാണില്ല, കാരണം അഭിഷേകം കാണില്ല, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തില്ലേലും വേണ്ടില്ല, ഭക്ഷണം കൊടുത്തില്ലേലും വേണ്ടില്ല, നിങ്ങൾ താമസിക്കാൻ പാർപ്പിടം ഉണ്ടാക്കി കൊടുത്തില്ലേലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് ദൈവ കൃപ കൊടുക്കാൻ പേരൻസിന് കഴിയണം. ആ കൃപ അങ്ങോട്ട് പകർന്നു കൊടുത്താൽ പ്രിയമുള്ളവരെ, അവർ അടുത്ത തലമുറയുടെ ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകമുള്ള സമൂഹത്തെ നയിക്കുന്നവരായി മാറും. ഈ കൃപ മാത്രം കൊടുത്താൽ മതി, ദൈവകൃപ മാത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്ത് നിങ്ങൾ വളർത്തുക. ബാക്കിയുള്ളവർ IAS പരിശീലിപ്പിക്കട്ടെ, ബാക്കിയുള്ളവർ ചിലപ്പം അവരുടെ കൊച്ചുങ്ങൾക്ക് 25 ഏക്കർ തോട്ടം ഉണ്ടാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപ മാത്രം കൊടുത്ത് വളർത്തുക. ആര് ഭൂമി വിജയിക്കും? ആര് വിജയിക്കും? 500 രൂപയുടെ പത്രം മേടിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച പോരെ, ഞാൻ എഴുതിത്തരാം. കൃപയുള്ളവൻ അടുത്ത തലമുറയിൽ വിജയിക്കും. ബാക്കി 10 കോടി നിങ്ങൾ സമ്പാദിച്ചു കൊടുത്താലും അവൻ വെള്ളത്തിൽ വരച്ച വര പോലെ അവൻ്റെ ജീവിതം. സംശയിക്കേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ കൃപ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കവിഞ്ഞൊഴുകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണം, വിശുദ്ധിയിൽ. അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ കുടുംബജീവിതം ഞാൻ ആരംഭിച്ചത് വിശുദ്ധിയിലായിരുന്നു. ചിലപ്പോൾ പ്രായമായി 10-80 വയസ്സായി കാണും, പക്ഷേ ചിന്തിച്ചോണം, എൻ്റെ കുടുംബജീവിതം, വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ വിശുദ്ധിയിലാണോ കാലെടുത്ത് വെച്ചത്? ഇല്ലെങ്കിൽ ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, വിവാഹമെന്ന കൂദാശ വിശുദ്ധിയോടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയാഞ്ഞത് കൊണ്ടല്ലേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നുകൊണ്ടിരിക്കും.